എങ്ങനെയുണ്ട്? ഒരു കുഞ്ഞിന് പോലും സംശയം വരാതെ ഇട്ട് കൊടുത്തില്ല ഞാൻ. സൂപ്പർ ചേട്ടാ. അതെ, ആ പെണ്ണിന്റെ പ്രേതം കയറിയവനില്ലേ, അവനെ തീർത്തേക്കണം ചേട്ടാ. അവന് പ്രേതബാധയുണ്ട്. എന്താടാ, എത്രയോ പേരെ കൊന്നിക്കുന്നു. ശരിയാ, എല്ലാവരും പ്രേതമായിട്ട് വന്ന് കൊല്ലുന്നുണ്ടോ? ഒരുപാട് പേരെ കൊന്നിട്ടുണ്ട്. പക്ഷെ പ്രേതബാധ കയറി ആരെങ്കിലും കൊന്നിട്ടുണ്ടോ? ഓക്കെ ഓക്കെ. ഓ ഓ താങ്ക് യു. അവന്റെ പേരെന്താന്നാ പറഞ്ഞേ? സഞ്ജീവ് എന്ന ചേട്ടാ. അവന്റെ കൂടെ ആരൊക്കെ ഉണ്ട്? അമ്മ മാത്രമേ ഉള്ളൂ. അയ്യോ ഞാനല്ല. ഏത് സ്ട്രീറ്റ് അത്? പുളിമൂട് ജംഗ്ഷൻ അടുത്താ ചേട്ടാ. അയ്യോ പണിയാവുമല്ലോ. ഇതവന്റെ കൂട്ടുകാരനല്ലേടാ. ആ, കേരള വണ്ടിയെ. പറയടാ മോജോ. അമ്മേ സഞ്ജീവ് വീട്ടിലില്ലേ? അവൻ ദേ സുനിതയെ വിളിക്കാൻ പോയിരിക്കും. അമ്മേ കൂളിംഗ് ഗ്ലാസ് ഗുണ സഞ്ജീവിനെ കൊല്ലാൻ വേണ്ടി ഒരു ഹോട്ടലിൽ നിന്ന് അങ്ങോട്ട് വന്നോണ്ടിരിക്കുവാ. എന്താ പറഞ്ഞ കൂളിംഗ് ഗ്ലാസ് ഗുണയോ? അയ്യോ അപ്പൊ ഒന്നും അറിയത്തില്ലായിരുന്നു. കൂളിംഗ് ഗ്ലാസ് ഗുണയെന്ന് പറഞ്ഞ വലിയ ഗുണ്ടയാ അമ്മേ. എന്താടാ റൗഡിയാണെന്നോ? നമ്മുടെ സഞ്ജീവ് അവനോട് എന്തോ പ്രശ്നമാ, അതിന് അവനെ കൊല്ലാൻ വേണ്ടി വരുവാ. അയ്യോ അമ്മേ ഇതൊന്ന് നോക്കിയേ. അമ്മേ സുനിതയൊക്കെ കാണാൻ നന്നായിട്ടുണ്ട്. ഭാഗ്യത്തിന് മോനായി ഫോൺ ചെയ്ത് പറഞ്ഞു. നിന്നെ അന്വേഷിച്ച് വന്ന് കൊല്ലാൻ വേണ്ടി മാത്രം കൂളിംഗ് ഗ്ലാസ് ഗുണയ്ക്ക് നിനക്ക് എന്താണ് ബന്ധം? എന്താ എടാ നിന്നെ അവൻ കൊല്ലാൻ വേണ്ടി കത്തിയായിട്ട് ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുക. വാടാ നമുക്ക് നമ്മുടെ ചേട്ടനെ വേണ്ടി പോകാം. വാടാ ഒന്ന് നമുക്ക് പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാം. അയ്യോ അവന്മാര് തന്നെയാ. അവന്റെ തലയിൽ തല്ലി പൊളിച്ചിട്ട് ഞാൻ അടക്കും. എടാ ദ്രോഹി. എടാ എടാ നിക്ക് തുറക്കരുത്. ഇവനെ ഞാൻ ഇത് കൊന്നിട്ട് എനിക്ക് വായിക്കോട്ടൊക്കെ ട്രീറ്റ്മെന്റ് തരുന്ന ഡോക്ടറാണ്. അയ്യോ ഡോക്ടറായിരുന്നോ? അതെ, അകത്തേക്ക് വരൂ ഡോക്ടർ. അയ്യോ ക്ഷമിക്കണേ ഡോക്ടർ, വരൂ. ഞാൻ അറിയാതെ എന്തോ. അകത്തേക്ക് വരൂ. ഇരിക്കും ഡോക്ടറെ. ആ ഡോക്ടർ, സഞ്ജീവിന് ഇപ്പോഴുള്ള ഈ പ്രോബ്ലം ക്യൂറബിൾ അല്ലേ? അവന്റെ ഈ പ്രശ്നം കാരണം റൗഡികൾ അവനെ കൊല്ലാൻ വന്നോണ്ടിരിക്കുക ഡോക്ടർ. അമ്മേ ചുമ്മാ പറഞ്ഞേക്കാം. നിന്നെ ഒരുത്തൻ കൊല്ലാൻ വന്നോ? നീ ആരാന്നറിയോ? ഞാൻ നിന്റെ അച്ഛന്റെ പേരെന്താ? ശിവസേലൻ. മുത്തച്ഛന്റെ പേര്? കുലശേഖര ആൾവാർ. അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേര്? തിരുമൂർത്തി നായനാർ. തിരുമൂർത്തി നായനാറിന്റെ അച്ഛന്റെ പേര്? അറിയില്ല മോനെ. അതയന്നൂരി. ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന കാലത്ത് ഇന്ത്യയുടെ രത്നങ്ങളും തങ്കങ്ങളുമെല്ലാം കപ്പല് മാർഗം ഇംഗ്ലണ്ടിലേക്ക് കൊള്ളയടിച്ച് അവർ കൊണ്ടുപോയി. ബ്രിട്ടീഷുകാരുടെ അടുത്ത നോട്ടം പ്രഭാകരിക്കോട്ട എന്ന് പറയുന്ന ആ വലിയ കോട്ട കൊള്ളയടിക്കുക എന്നതായിരുന്നു. സാധാരണ യുദ്ധത്തിനെക്കാട്ടിലും കൂടുതൽ പടയെ അവർ പറഞ്ഞയച്ചു. അതിന്റെ കാരണം വൈരവും സ്വർണവും അല്ലാതെ ഔഷധത്തെക്കുറിച്ചുള്ള താളിയോല ഗ്രന്ഥങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ആ ഗ്രന്ഥങ്ങളിൽ ലോകത്തിലെ എല്ലാ മാറാ രോഗങ്ങൾക്കുമുള്ള ഔഷധ ഗുണങ്ങളെക്കുറിച്ചുള്ള സൂത്രവാക്യങ്ങൾ അതിലുണ്ടായിരുന്നു. ആ ഗ്രന്ഥങ്ങൾ സൂക്ഷിച്ചിരുന്ന പ്രഭാകരിക്കോട്ട ഒരു കാവലുകളുമില്ലാതെ വളരെ ശാന്തമായിരുന്നു. ഇത് കണ്ട ജനറൽ ഹാൻസ്റ്റിങ്സും കൂടെയുള്ള പടയാളികളും ഒരു നിമിഷം ആലോചിച്ചു. ജനറൽ ഹാൻസ്റ്റിങ്സിന്റെ കുതിരപ്പട കുതിച്ചു മുന്നേറി. എന്നാൽ കോട്ടയുടെ കവാടത്തിൽ ചെന്നപ്പോൾ അതിനകത്തുനിന്നും സൂര്യവെളിച്ചത്തിൽ ഒരു കാറ്റ് പുറത്തേക്ക് വന്നു. ആ കൊടുങ്കാറ്റുണ്ടാക്കിയത് അതിയന്നൂരി, പ്രഭാകരിക്കോട്ടയുടെ ഒരേ ഒരു കാവൽക്കാരൻ. കാറ്റൊരു ശക്തിയാക്കി മാറ്റി, ആ ശക്തിയെ ആയുധമാക്കി എതിരാളികളെ നിരംബരിശാക്കി ആ കാവൽക്കാരൻ. ഗവർണർ ജൂഡ് ബെനഡിക്റ്റ് ഇത് വിശ്വസിച്ചില്ല. നമുക്കറിയാവുന്ന കലകളെല്ലാം വാൾപേറ്റും കളരിയും അങ്കത്തട്ടുമാണ്. പക്ഷെ നമുക്കറിയാത്ത പുരാതന കലകൾ കുറെയൊക്കെ ഇവരുടെ ഉള്ളിൽ ഒളിഞ്ഞുകിടപ്പുണ്ട്. സ്വയരക്ഷയ്ക്ക് വേണ്ടി ഒന്നിലധികം അഭ്യാസങ്ങൾ അവർക്കറിയാം. കൊറിയൻ ഡൈനസ്റ്റി യുദ്ധത്തിൽ ചെങ്കിസ് ഖാനെ എതിർത്ത് അതേനൂരിയെ പോലെ തന്നെ കാറ്റിന്റെ ശക്തി ഉപയോഗിക്കാൻ കഴിവുള്ള ഒരു വീരനെ വെച്ചാണ് അവർ ആ യുദ്ധത്തിൽ വിജയിച്ചത്. മഹാറാണി പറഞ്ഞത് വളരെ ശരിയാണ്. അതേനൂരി ഒരു പ്രാവശ്യം ശ്വാസമെടുത്ത് വലിച്ചാൽ 10 അടി മുകളിലേക്ക് ഉയരും. അദ്ദേഹം നിൽക്കാൻ പറഞ്ഞാൽ കാറ്റ് പോലും നിശ്ചലമാകും. ഈ ലോകത്തിന്റെ ഏറ്റവും വലിയ ആയുധം കാറ്റാണെന്ന് അദ്ദേഹം ഏതു നേരവും പറയും. നമുക്ക് വേണ്ടത് ആ കോട്ടയിലെ ഗ്രന്ഥങ്ങളാണ്. ഗ്രന്ഥങ്ങൾ മാത്രമല്ലാതെ അവന്റെ കഴിവും നമുക്ക് ലഭിച്ചാൽ
ഈ ഭൂമി തന്നെ എത്രയും വേഗം നമ്മുടെ കൈക്കുള്ളിലാക്കാം. വടക്കിലുള്ള എല്ലാ രാജ്യങ്ങളും ഞങ്ങളുടെ പീരങ്കിക്ക് മുന്നിൽ മുട്ടുമടക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ സൈന്യങ്ങളുടെ മുന്നിൽ അടിപതറാതെ നിൽക്കുന്നതിന്റെ കാരണം എന്താണ്? നീ ആരാണ്? ഇതൊരു വിദ്യയാണ്. പോർക്കളത്തിൽ ഇതൊരു ആയുധമാണ്. സ്നേഹത്തോട് ചോദിക്കുകയാണ്. നിന്റെ അഭ്യാസമുറകൾ ഞങ്ങൾക്കും പഠിപ്പിച്ചു തരണം. സ്നേഹത്താൽ മാത്രമേ ഞങ്ങളെ കീഴ്പ്പെടുത്താൻ കഴിയുള്ളെന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന വിദ്യയാണത്. നിനക്കെന്തു വേണം ചോദിച്ചോളൂ. നിനക്ക് ആവശ്യമുള്ളത് ഞാൻ തരാം. എന്നോടൊപ്പം വരൂ. എൻ്റെ ധീരതയും അഭ്യാസമുറകളെയും വിലപേശിയാൽ ഏതവനായാലും അവൻ്റെ തല കാണില്ല. ഒരു സ്ത്രീ ആയതിനാൽ ഞാൻ ക്ഷമിക്കുന്നു. പൊയ്ക്കോളൂ. പോകാനാ പറഞ്ഞത്. ഞങ്ങളെ എതിർത്ത് നിന്ന് ജയിക്കാൻ കഴിയാത്തോണ്ടല്ലേ പിന്നിൽ നിന്ന് കുത്തിയത്. ഈ കോട്ടയുടെ കാവൽ നശിച്ചു. നിദ്രയിലാഴ്ന്നു. ഇത് കാറ്റാണ്. ഈ കാറ്റിന് ആർക്കും തടയാൻ കഴിയില്ല. ഹേയ്, വിളക്കൊണ്ട് ഞാൻ തോറ്റു. ഒരു നാടിനെ സംരക്ഷിച്ച എത്ര വലിയ ശക്തിയാണിത്. ഇതൊരു പ്രശ്നമാണെന്ന് എന്തിനാ കരുതുന്നേ? അതിയന്നൂരിയുടെ ശക്തി തന്നെയാണ് നിനക്ക് ലഭിച്ചിരിക്കുന്നത്. അത് പുറത്തേക്ക് വരാനായി തുടിക്കുകയായിരുന്നു. അത് കോട്ടുവാ പോലെ വന്നേ ഉള്ളൂ. ആ ശക്തി തന്നെയാണ് എന്നെ ഇവിടേക്ക് എത്തിച്ചത്. ഡോക്ടർ, എങ്കിൽ ആ ശക്തിയോട് പറ എന്റെ വായിക്കോട്ടയ്ക്ക് ഒരു നിർദ്ദേശം തരാൻ. ഇത് നീ ആഗ്രഹിച്ചു വന്നതല്ല, ഏതോ ഒരു കാരണത്തിന് വേണ്ടി വന്നതാ. കാരണമോ? ഒരുത്തൻ കണ്ണു പോയിട്ട് എന്നെ കൊല്ലണമെന്ന് പറഞ്ഞിട്ട് അണക്കുക. എന്റെ മുത്തച്ഛനെങ്ങനെ ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ. ഇത് അതിയന്നൂരിയെ പറ്റി അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരെഴുതിയതാണ്. ഇത് വായിച്ചു പഠിക്കാൻ നിന്റെ കോട്ടുവായുടെ പ്രശ്നങ്ങളെല്ലാം മാറും. അത് മാത്രമല്ല, നിന്റെ മുത്തച്ഛനെ പോലെ കാറ്റ് കൺട്രോൾ ചെയ്യാനുള്ള കഴിവും നിനക്ക് ലഭിക്കും. ഞാനെന്തിനാ പ്രേതത്തെ ഓടിക്കാൻ പറ്റുന്നത്? എനിക്ക് ആഫീസിൽ പോകണ്ട. എന്താടാ നിന്റെ ഈ മുടി കണ്ട ഇവിടെയുള്ള പ്രേതമൊക്കെ പേടിച്ചോടിക്കോളും. പോയി ഓടിച്ചാൽ മതി. എന്നെ കൊണ്ട് ഇവിടെ പോവാ. ആ ചേട്ടാ, പ്രേതത്തിന്റെ അടുത്ത കൂട്ടുകാരനാ. ഇവനെ വെച്ച് വേണം നമുക്ക് അവനെ പിടിക്കാൻ. എവിടെയാ? ആ ഇവൻ തന്നെ. കൊല്ലുവടാ നിന്നെ. ഇവന്റെ ഫ്രണ്ട്ഷിപ്പിലൊന്നും അവൻ വരില്ല. മിസ്റ്റർ കൂൾ ഡ്രിങ്ക്സ് ഗുണ, കൂളിംഗ് ഗ്ലാസ് ഗുണ, എന്നെ കൊന്നു. പക്ഷെ എന്റെ കൂട്ടുകാരനെ കൊല്ലാൻ ഞാൻ സമ്മതിക്കില്ല. ചേട്ടാ, അവനെ ഇവൻ വിളിക്കാൻ പോന്നെ. ഹലോ ഹലോ അളിയാ, കൂളിംഗ് ഗ്ലാസ് കൂടെ എന്നെ പിടിച്ചു വെച്ചിരിക്കുവാടാ. എങ്ങനെയും വന്ന് എന്നെ ഒന്ന് രക്ഷിക്കടാ. എന്താ ഗുണം നിന്നെ പിടിച്ചു വെച്ചിരിക്കുകയാണെന്നോ? എടാ മച്ചാനെ, നീ വല്ല കോമഡിയോ കിമഡി കാണിച്ചവന്റെ കയ്യോ കാലോ പിടിച്ചിട്ട് അവിടെ നിന്ന് അവസാനം രക്ഷപ്പെടും. പക്ഷെ ഞാനിപ്പോ അവിടെ വന്നാൽ ഞാൻ എന്നെ വെട്ടിക്കൊന്നുകളയും മച്ചാനെ. നീ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് തടി തപ്പാൻ നോക്ക് ബ്രോ, പറയുന്നത് കേക്ക്. എടാ, നീ ആണോടാ ഒരു കൂട്ടുകാരൻ? ഓക്കെ മച്ചാനെ, ഓക്കെ മച്ചാനെ, ബൈ മച്ചാനെ, ബൈ. എങ്കിലേ ഇവന്റെ കൈ അങ്ങ് വെട്ടിയെടുത്തേക്ക്. അവൻ തനിയെ വന്നോളൂ ഇവിടെ. സാർ, കൈ വെട്ടിക്കഴിഞ്ഞാൽ എനിക്ക് വാച്ച് കെട്ടാൻ പറ്റത്തില്ല. അതുകൊണ്ടാ പറയുന്ന ഒന്ന് കേക്ക്. ഒരു സെക്കൻഡ് സാർ. വീണ്ടും ആരോ വിളിക്കുവാ. വിളിക്കട്ടെ. ഹലോ സുനിത, മോനിച്ചൻ സ്പീക്കിംഗ്. ഹായ്. നിന്റെ കാമുകൻ സഞ്ജീവ് പഴയ കുറ്റി മന്ദാകിനിയുമായിട്ട് നമ്മുടെ മാങ്ങാനത്തുള്ള അച്ചൻകോവിൽ അമ്പലമില്ലേ, അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇമ്മീഡിയറ്റ് ആയിട്ട് പോവാണേ. അവനെ പെട്ടെന്ന് പോക്കാം. ഫസ്റ്റ് ലെവനെ ഇപ്പോഴും മറക്കാൻ പറ്റില്ലെന്നോ? ഇനി വേറൊരു സന്തോഷ വാർത്തയുണ്ട്. അവൻ നിന്നോട് ഫോൺ വിളിച്ച് നുണ മാത്രമേ പറയത്തുള്ളൂ. അവൻ നിന്നോട് വരണ്ടെന്നും പറയും. അവിടെ വന്ന കൂളിംഗ് ഗ്ലാസ് കൂടെ നിന്നെ കൊന്നു കളയുമെന്ന് പറയും. അതൊന്നും വിശ്വസിക്കരുത്. ഇമ്മീഡിയറ്റ് ആയിട്ട് വാ. വെടിക്കെട്ടുകാരന്റെ പട്ടിയെ ഉടുക്ക് കൂട്ടി പേടിപ്പിക്കാന്നോ? നീ അവിടെ ഞാനിപ്പോ വരാം. കമാൺ.
മോനിച്ചൻ സ്പീക്കിംഗ്. ഹലോ, യുവർ സുനിത കമ്മിങ് സൂൺ. എന്താ ടെമ്പിൾ അച്ചൻകോവിൽ മാങ്ങാനം. നീ എന്ത് പറഞ്ഞാലും അവള് വിശ്വസിക്കുകയില്ല. എടാ കൂളിംഗ് ഗ്ലാസ് ഗുണ, വെരി ആംഗ്രി ഗുണ, യു ഡെത്ത്. എന്താന്ന്? ഐ വിൽ മീറ്റ്. എടാ ഹലോ, ചേട്ടാ പൂജാരി വരുന്നു. ആ ശരി, എന്റെ കയ്യെ ഒന്ന് പിടിക്കടാ. പൂജാരി, ഇതൊക്കെ സത്യമാണോ ഈ പറയുന്നത്? പ്രേതബാധ പിടിച്ചവൻ ഈ കളത്തിൽ വന്നാൽ അവൻ തുള്ളിച്ചാടും. അപ്പോ നടുകളത്തിൽ വന്ന് തുള്ളിയില്ലെങ്കിൽ? അങ്ങനെ തുള്ളിയില്ലെങ്കിൽ അവന് പ്രേതബാധ ഇല്ലെന്ന് അർത്ഥം. അയ്യോ, കൈയെല്ലാം അങ്ങോട്ട് കോരി തരിക്കുന്നുണ്ട്. എവിടെയാടാ അവന്റെ കഴുത്ത്? ചേട്ടാ എന്റെ കഴുത്ത് പിടി ചേട്ടാ, വേദന എടുക്കും ചേട്ടാ. ചേട്ടാ ഒരു യക്ഷി വന്നിട്ടുണ്ട് ഇങ്ങോട്ട്. ആ പിശാച് കുഴപ്പമാവോ? എന്താ വാങ്ങോട്ട്. നീ ഇപ്പോഴാണ് ഇങ്ങോട്ട് വരുന്നേ? നീ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. പ്രണയിച്ച അടുത്ത സെക്കൻഡിൽ തന്നെ നാട്ടുകാർ പറയുന്നത് കേട്ടോ. ലവർ പറയുന്നത് കേൾക്കരുത്. പെട്ടെന്ന് എടുത്തോണ്ട് പോടി വേഗം. സോറി. ചേട്ടാ ചേട്ടാ നിക്ക്. ഇങ്ങോട്ട് വാ. ചേട്ടൻ എങ്ങോട്ട് പോവാ? ചേട്ടാ ഇവിടെ തന്നെ. കൊള്ളാലോ, മനോഹരം. കമ്പിയില്ലാത്ത പ്ലാസ്റ്റിക് ബക്കറ്റ് പോലെ മെഴുമെഴാന്നുണ്ട്. ഇതില് വെള്ളം കോരിയ നന്നായിരിക്കും. എന്നെ പിടിക്കാൻ എനിക്കൊരു കുഴപ്പമുണ്ട്. ഇങ്ങോട്ട് വരാൻ. പിടിക്കല്ലേ, വിട് വിട്. എവിടാ നിക്കുന്നേ? എടാ, പ്രേതം വന്നോ ഇല്ലയോ? പറയടാ, പ്രേതം വന്നോ ഇല്ലയോന്ന്? പ്രേതമൊന്നും വന്നിട്ടില്ല ചേട്ടാ, അവര് രണ്ടുപേരും ചുമ്മാ നിൽക്കുക. ചേട്ടാ ഇതെല്ലാം മനുഷ്യരാ ചേട്ടാ. പ്രതീക്ഷിച്ചടാ. ഏയ്, എടുക്കടാ വടിവാള്, രണ്ടിനെയും തുണ്ടമാക്കിയേക്ക്. സഞ്ജീവ്, കുഴഞ്ഞു വീണോ. ദാ, എവിടെയാടാ വാള്? ഇവൻ എന്താ പറയുന്നേ? ദാടാ, അങ്ങനെ വെക്ക. രണ്ടിനെ ഒറ്റവെട്ടിന് തീർത്തേക്കല്ലേ? ആരാടാ കുപ്പിളിക്കുന്നത്? കുപ്പിളിച്ചതല്ല, പ്രേതം കുപ്പിളിച്ചതാ. എന്താ എന്താ? അയ്യോ, അയ്യോ ശരി ചേട്ടാ, അവളുടെ നേരത്ത് ബാധ കൂടി ചേട്ടാ. എടാ, ആ പെണ്ണിനല്ലേ പ്രേതം കയറിയത്? അവനെ തട്ടിയേക്ക്. എന്തുവാടാ ഇത്? എനിക്ക് ആകെ ഭ്രാന്ത് പിടിക്കുന്നു കേട്ടോ. അങ്ങനെ അതാരാടാ? ഞാനേട്ടാ. നീ എന്തിനാടാ ഓലി ഇടുന്നത്? പ്രേതത്തോട് സംസാരിക്കാട്ടാ. ഞാനെന്താടാ ചേട്ടനോട് സംസാരിച്ചേക്ക്, അല്ലെങ്കിൽ പ്രേതം കടിച്ചു പറിക്കും. എങ്ങനെ ഇടുന്നേ? ഓരോന്ന് വന്നോളൂ. എടാ രക്ഷപ്പെട്ടില്ലേ? മിണ്ടാതിരി. നീ എന്തിനാ പേടിക്കുന്നേ? പേടിക്കാതെ. നീ ആരാന്നറിയോ? ആ മഹാന്റെ കൊച്ചുമകനാ. അതിന് നിന്റെ മുത്തച്ഛനെ പറ്റി എഴുതിയ പുസ്തകം നീ വായിച്ചോ? അതിലുള്ളതൊക്കെ നീ പ്രാക്ടീസ് ചെയ്തോ? ചെയ്താൽ ആദ്യം അതൊക്കെ പഠിക്ക്, അപ്പോഴറിയാം നീ ആരാണെന്നുള്ള കാര്യം. ഞാൻ ചെയ്യാം.